ചോദ്യം നമ്പർ 1, 2026 ഫിഫ വേൾഡ് കപ്പ് ഏത് രാജ്യത്തിലാണ് നടക്കാൻ പോകുന്നത്? ആൻഡ് ചോദ്യം നമ്പർ 2, ഈ കാണുന്ന സ്മാർട്ട് ഫോൺ മോട്ടറോള എഡ്ജ് 70 Pro ഇത് വാങ്ങാൻ നിങ്ങൾ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് മാറ്റി വെച്ച് ഈ ഒരു വീഡിയോ കണ്ട ശേഷം മാത്രം തീരുമാനം എടുക്കുക. കാരണം 36,999 രൂപയ്ക്ക് വെബ്സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വാല്യൂ ഫോർ മണിയുള്ള വേറെ ഫോൺ ഉണ്ടാവില്ല എന്ന് തോന്നും. കാരണം ഈ ഒരു ഫോൺ ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ ശരിയാണ്, ഡിസൈൻ അത്ര കാര്യമായിട്ട് മോട്ടോ ഒന്നും മാറ്റിയിട്ടില്ല, എന്നാൽ ഇൻ ഹാൻഡ് ഫീൽ കൊള്ളാം. ലൈറ്റ് വെയിറ്റ് ആണ്, 190 ഗ്രാം മാത്രമേ ഉള്ളൂ. അതിലുപരി ഇത് സ്ലിം 6.9 മില്ലിമീറ്റർ മാത്രം. ബാക്ക് സൈഡ് കണ്ട ഒരു തുണിയെ കൊണ്ടിച്ച പോലെ ഫാബ്രിക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഡിസൈൻ ആണ്. പാൻടോൺ കളറാണ് ഇത്. ഇതേപോലെ 3 പാൻടോൺ കളറിൽ 3 ഫിനിഷിൽ വരുന്നുണ്ട്. ജെനുവിൻലി എനിക്ക് ഒരു കാര്യം നിങ്ങളുടെ നിന്ന് അറിയാനുണ്ട്. നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേകളാണോ ഇഷ്ടം, അതോ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണോ ഇഷ്ടം? ക്വാഡ് കർവ്ഡ് ഡിസ്പ്ലേകളുടെ ഏറ്റവും വലിയ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ബെസൽസ് തീരെ കുഞ്ഞായിട്ടായിരിക്കും കാണുന്നത്. എന്നാൽ 144 ഹെർട്സിന്റെ ഒരു പാനലാണ് ഇതിനകത്ത്. ഗെയിംസ് കളിക്കുന്ന സമയത്ത് ഈ ഗെയിം അസിസ്റ്റന്റ് അകത്ത് പോയിട്ടാണ് 144 ഹെർട്സിലേക്ക് മാറ്റാനായിട്ട് പറ്റുന്നത്. സോ യെസ്, നോർമലി ഉള്ള UI 120 ഹെർട്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഗെയിംസ് ആണ് നിങ്ങൾക്ക് 144 ഹെർട്സിൽ കളിക്കാൻ പറ്റുന്നത്. എന്നാൽ ഗെയിമിങ്ങിന് ഈ ഫോൺ എടുക്കണോ എന്ന് ചോദിച്ചാൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ ഗെയിമിംഗ് സെക്ഷനിൽ പറയാം. അതിന് മുന്നേ ഇതിന്റെ ഡിസ്പ്ലേ ഉണ്ടല്ലോ വല്ലാതെ ബ്രൈറ്റ് ആണ്. ഡയറക്റ്റ് സൺലൈറ്റിൽ യൂസ് ചെയ്യുമ്പോൾ പോലും വിസിബിലിറ്റിക്ക് ഒരു കുഴപ്പമില്ല. 6.8 ഇഞ്ചിന്റെ വലിയ ഡിസ്പ്ലേ ആണ്. 1.5K റെസൊല്യൂഷനുള്ള എക്സ്ട്രീം AMOLED ഡിസ്പ്ലേ. 5200 നിറ്റ്സിന്റെ ബ്രൈറ്റ്നസ്, HDR10+ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് യെസ്, ഇത് ഒരു 10-bit ഡിസ്പ്ലേ ആണ്. വെള്ളം വീണ് കഴിഞ്ഞാലും ടച്ച് വർക്ക് ചെയ്യൂട്ടോ. എന്നാൽ ഈ ഫോൺ യൂസ് ചെയ്യുന്ന സമയത്ത് എന്നെ ഇംപ്രസ് ചെയ്തത് ഇതിന്റെ പെർഫോമൻസ് ആണ്. പെർഫോമൻസ് എന്ന് എടുത്തു പറയുമ്പോൾ മോട്ടറോള ഫോൺസിൽ പൊതുവെ നമ്മൾ ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്ത് സ്വിച്ച് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയൊരു മൈക്രോ ജിറ്ററുകൾ കാണാറുണ്ടായി. ടു മൈ സർപ്രൈസ് ഫൈനലി അത് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ക്യാമറ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ക്ലോസ് ചെയ്യുന്ന സമയത്ത് പോലും ആ ഒരു മൈക്രോ ജിറ്റേഴ്സ് എനിക്ക് ഫീൽ ചെയ്തില്ല. Dimensity 8500 എക്സ്ട്രീം ചിപ്സെറ്റ്. കോൾ ഓഫ് ഡ്യൂട്ടിക്ക് നിങ്ങൾക്ക് ഔട്ട് ഓഫ് ദ ബോക്സ് 120 FPS കളിക്കാനായിട്ട് സുഖമായിട്ട് പറ്റും. ആൻഡ് സ്ലിം ആണെങ്കിലും ഗെയിം കളിക്കുന്ന സമയത്ത് ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടായില്ല. ഇനി ഹീറ്റിംഗ് ഇഷ്യൂ ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടി Antutu റൺ ചെയ്ത് നോക്കി. Antutu റൺ ചെയ്തപ്പോലും ഓൾമോസ്റ്റ് ഒരു 41 ഡിഗ്രി സെൽഷ്യസ് വരെ മാത്രമേ പോയുള്ളൂ. ബിക്കോസ് ഇതിനകത്ത് വലിയ 4600 മില്ലിമീറ്റർ സ്ക്വയറിന്റെ വേപ്പർ ചേംബർ കൂളിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി ഏകദേശം 2.1 മില്യൺ Antutu സ്കോർ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിനകത്ത് 8 and 12 GB LPDDR5X റാം ഉണ്ട്. പ്ലസ് 256 GB UFS 4.1 സ്റ്റോറേജ് ഉണ്ട്. സോ ഫാസ്റ്റ് ആയിട്ടുള്ള പ്രോസസർ, ഫാസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറേജ്, ഫാസ്റ്റ് ആയിട്ടുള്ള റാം, ഇതെല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് നല്ല Antutu സ്കോർ കിട്ടും. എന്നാൽ ഫോൺ സ്ലിം ആണെങ്കിലും ഇതിനകത്ത് 6500 mAh ബാറ്ററി ഉണ്ട്. ഫ്രാങ്ക്ലി പറയുവാണെങ്കിൽ 6500 mAh നിങ്ങൾക്ക് ഒരു ദിവസം സുഖമായിട്ട് നിൽക്കും. 1.5 ദിവസം വരെ ഒരു ലൈറ്റ് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് തള്ളി നീക്കാനായിട്ട് പറ്റും. പക്ഷേ 90 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റി ഉണ്ടെന്ന് മാത്രമല്ല, ബോക്സിനകത്ത് ചാർജറും ഉണ്ട്. അതും Type-C PD. അത് കുത്തിക്കഴിഞ്ഞാൽ മണ്ടാന്ന് ചാർജ് കയറുന്നുണ്ട്. ചാർജിങ് ഇസ് നോട്ട് എൻ ഇഷ്യൂ. ബാറ്ററി ബാക്കപ്പിനെ കുറിച്ച് വറി ചെയ്യേണ്ട ആവശ്യമില്ല. ബൈ ദ വേ, ബോക്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇതാണ് കേട്ടോ ബോക്സ്. കണ്ടോ, ഫിഫ എന്ന് എഴുതിയേക്കുന്ന ഇവരാണ്. മോട്ടറോളയാണ് ഇത്തവണത്തെ ഒഫീഷ്യൽ സ്മാർട്ട് ഫോൺ പാർട്ട്ണർ ഫിഫയുടെ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് മോട്ടറോളയുടെ സ്ഥിരം ബോക്സ് കാണാൻ പറ്റും. ഇതിനകത്ത് കളക്ഷൻസ് ബൈ മോട്ടറോള എന്നത് ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, നേരത്തെ ഉണ്ടായിട്ടില്ല. എന്നാലും ഫിഫ ഇൻസ്പയർഡ് ആയിട്ടുള്ള ഫ്രെയിമുകൾ ഫോട്ടോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കിട്ടും. ഫോട്ടോഗ്രാഫിയുടെ കാര്യം വരുമ്പോൾ ഇതിനകത്ത് 50 മെഗാപിക്സലിന്റെ പുതിയ സോണി LYT 710 സെൻസർ, ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷനുള്ള വളരെ നല്ല ഫോട്ടോസ് ഡേ ലൈറ്റിൽ ക്ലിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാമറയാണ്. അതിനോടൊപ്പം വീണ്ടും ഒരു 50 മെഗാപിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ തന്നിട്ടുണ്ട്. യെസ്, ഐ സപ്പോർട്ട് 50 മെഗാപിക്സലാണ്. 8 മെഗാപിക്സലാണ് ഇപ്പോൾ പലരും കൊടുക്കുന്നത്. 50 മെഗാപിക്സൽ കൊടുക്കുന്നുണ്ട്. നല്ല ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, ഇതിനകത്ത് മാക്രോ മോഡും കൂട്ടുള്ളതുകൊണ്ട് മാക്രോ ഫോട്ടോസിന്റെയും ക്വാളിറ്റി നല്ലതായിരിക്കും. അതിലുപരി 50 മെഗാപിക്സലിന്റെ വേറൊരു ഗുണമെന്ന് വെച്ചാൽ 4K വീഡിയോ എടുക്കാൻ പറ്റും. പ്രൈമറി ക്യാമറയിൽ സ്റ്റേബിൾ ആയിട്ടുള്ള 4K വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. സെക്കൻഡറി ആയിട്ടുള്ള ഈ അൾട്രാ വൈഡ് ക്യാമറയിലും നിങ്ങൾക്ക് 4K വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നതും 50 മെഗാപിക്സൽ ക്യാമറയാണ്. അതിനകത്ത് നിങ്ങൾക്ക് നല്ല സെൽഫി ഫോട്ടോസ് എടുക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, എഗെയിൻ 4K വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഫോട്ടോസിലെ പോലെ തന്നെ വീഡിയോസിലും എനിക്ക് യാതൊരു പ്രശ്നവും തോന്നിയില്ല. നല്ല ഔട്ട്പുട്ടാണ് വരുന്നത്. ഇനി വീഡിയോ എടുക്കുമ്പോൾ മറ്റേ ഹൊറൈസൺ ലോക്ക് പരിപാടി, നമ്മൾ വീഡിയോ എടുക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ കറക്കിയാൽ പോലും വീഡിയോ കറങ്ങാതിരിക്കുന്ന പരിപാടി, യെസ്, അത് ഇതിനകത്തുണ്ട്. പിന്നെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഫ്രെയിം ഇഷ്ടമായി, ആ ഒരു ഫ്രെയിം സെറ്റാക്കിയിട്ട് വേറൊരു പുള്ളിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ആ ഒരു ഫ്രെയിം മാച്ച് മോഡിൽ പോയിട്ട് ആ ഒരു ഫ്രെയിമിന്റെ ഫോട്ടോ ക്ലിക്ക് ചെയ്യാം. അത് ഒരു ഓവർലേ ആയിട്ട് വരും. എന്നിട്ട് വേറൊരാളുടെ കയ്യിൽ ഈ ഒരു ഫോൺ കൊടുത്തിട്ട് ആ ഒരു ഫ്രെയിം കണ്ടോ, അത് മാച്ച് ആവുന്ന രീതിയിൽ തന്നെ പിടിച്ചിട്ട് ഫോട്ടോ എടുത്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫ്രെയിമിൽ നിങ്ങൾക്ക് ഫോട്ടോ കിട്ടും. യൂസ്ഫുൾ ഫീച്ചർ. ഇനി പ്രൈമറി ക്യാമറയിലും അൾട്രാ വൈഡ് ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസിനൊക്കെ ഒരേ വൈറ്റ് ബാലൻസും ഒരേ കളർ ടോണുമാണ്. ഇതിന്റെ കാരണമാണ് ഈ മൂന്നാമത് കാണുന്ന ഒരു 3-in-1 ലൈറ്റ് സെൻസർ. യെസ്, ടെലിഫോട്ടോ ലെൻസ് ഇതിനകത്തില്ല, പകരം ഒരു 3-in-1 ലൈറ്റ് സെൻസറാണ് വന്നിരിക്കുന്നത്. ഇനി ടെലിഫോട്ടോ ലെൻസ് ഇല്ലാത്തതുകൊണ്ട് പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റില്ലേ എന്ന് ചോദിച്ചാൽ അല്ല. നിങ്ങൾക്ക് 24 മില്ലിമീറ്ററിലും 35 മില്ലിമീറ്ററിലും 50 മില്ലിമീറ്ററിലും ഇത്തരത്തിൽ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റും. പക്ഷേ ഞാൻ ശ്രദ്ധിച്ച കാര്യം, ഇതിന്റെ ഏറ്റവും നല്ല സ്ട്രോങ് പോയിന്റ് എന്ന് പറയുന്നത് നൈറ്റ് ടൈമിൽ അഥവാ ലോ ലൈറ്റിൽ ഫോട്ടോസ്
എടുക്കുന്ന സമയത്താണ്. ലോ ലൈറ്റ് ഫോട്ടോ സാമ്പിൾസ് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ത് രസമായിട്ടാണ് ഫോട്ടോസ് എടുക്കുന്നത് നോക്കിയേ. കാരണം ഞാൻ ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്ര നല്ല ലോ ലൈറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന. ഐ തിങ്ക് ബിലോ 40K നിങ്ങളൊരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ദിസ് മൈറ്റ് ബി വൺ ഓഫ് ദ ബെസ്റ്റ് ലോ ലൈറ്റ് ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഒരു ഫോൺ. ശരിയാണ്, AI ഒക്കെ ഉപയോഗിച്ചാണ് ലോ ലൈറ്റ് ഫോട്ടോസ് കുറച്ചുകൂടി എൻഹാൻസ് ചെയ്യുന്നത്. ക്യാമറയ്ക്കകത്ത് നിങ്ങൾക്ക് AI ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് AIക്ക് വേണ്ടി. യെസ്, മോട്ടോ AI 2.0 എന്നാണ് പറയുന്നത്. മോട്ടോ AI പൊതുവെ കോപ്പൈലറ്റ്, പെർപ്ലെക്സിറ്റി ഇവരൊക്കെ ആയിട്ടുള്ള കൊളാബറേഷനിലാണ് വരുന്നത്. കുറേ അധികം AI ഫീച്ചേഴ്സ് ഇതിനകത്തുണ്ട്. എന്നാലും ആൻഡ്രോയിഡ് 16 ഇത് വരുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് Hello UI 3 years of software updates and 5 years of security updates കൊടുത്തിട്ടുണ്ട്. ഇനി ബ്ലോട്ട് വെയേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ബ്ലോട്ട് വെയേഴ്സ് ആയിട്ടില്ല. ഫോൾഡേഴ്സ് നിങ്ങൾക്ക് ഗെയിംസിന്റെ ഒക്കെ കാണാൻ പറ്റും. പിന്നെ ഇൻഡസ് ആപ്പ് സ്റ്റോറും കാണാം. ഇത് രണ്ടും ഡിസേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ടുള്ളൊരു UI എക്സ്പീരിയൻസ് ആണ്. ഈവൻ ക്ലാൻസും ഓഫ് ആക്കിയിടാൻ മറക്കണ്ട. ആൻഡ് യെസ്, ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ആസ് യൂഷ്വൽ ഡോൾബി അറ്റ്മോസ് ആണ്. ഒരു കുഴപ്പമില്ല, നല്ല ക്വാളിറ്റി ഉണ്ട്. പ്ലസ് ഡ്യൂറബിലിറ്റി വൈസ് IP68 IP69 കൂടാതെ മിലിറ്ററി ഗ്രേഡ് സർട്ടിഫൈഡും ആണ്. ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 7/8 പ്രൊട്ടക്ഷനും കൊടുത്തിട്ടുണ്ട്. സോ ഓവർ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഒരു 36,000-37,000 രൂപയുടെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്കൊരു നല്ല ഓൾറൗണ്ടർ ഫോൺ മേടിക്കണം എന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് മോട്ടോറോള എഡ്ജ് 70 Pro. സോ വാങ്ങാൻ നിങ്ങൾ പ്ലാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഹെഡ്. നിങ്ങൾക്ക് നല്ല ഒരു ഫോൺ തന്നെയായിരിക്കും ഇത്. ഇനി ഇതിൻ്റെ കമ്പാരിസൺ വേണോ ഈ ഒരു 40K റേഞ്ചിൽ? ഇതേപോലെ വേറെയും ഫോണുകളുണ്ട്. കമ്പാരിസൺ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ വൈകാതെ ഇടുന്നതായിരിക്കും. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കണ്ട. അപ്പോൾ അത്രയുള്ള വീഡിയോ. അണ്ടിൽ നെക്സ്റ്റ് ടൈം, ബൈ.